ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. കുറേ നാളല്ലേ ഡേ ഇൻ മൈ ലൈഫ് ഇട്ടിട്ട്. അപ്പോൾ ഇതേ ഇന്ന് രണ്ടുപേരും, ഞാനും ഏട്ടനും വീട്ടിലുള്ളൊരു ഡേ ആണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു ഡേയിലാണ് നമുക്ക് കൂടുതൽ കാര്യങ്ങളൊക്കെ കാണിക്കാനുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഇന്ന് എടുക്കാമെന്ന് വിചാരിച്ചു. അതെ, എഴുന്നേറ്റ് രാവിലത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോവാണ്. കുഞ്ഞിപ്പെണ്ണും ഏട്ടനും എണീറ്റിട്ടില്ല. കുഞ്ഞിപ്പെണ്ണ് അവിടെ കുറച്ച് അറിഞ്ഞിട്ട് ചെറുതായിട്ട് ശബ്ദങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു, ബട്ട് അറിഞ്ഞിട്ടില്ല. അപ്പോൾ ഞാൻ മെല്ലെ അടുക്കളയിലേക്ക് പോകാനുള്ള ഉദ്ദേശം. ഇത് സമയം 7 മണിയോ 6 മണിയോ ഒന്നും അല്ല കേട്ടോ, സമയം 10 മണിയായി. കാരണം ഓഫ് ഡേയ്സിൽ നമ്മൾ ഇങ്ങനെയാണ്, ലേറ്റായിട്ടാണ് എണീക്കുന്നത്. അപ്പോൾ അത് നേരെ കിച്ചണിലേക്ക് പോയി. കിച്ചൺ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് രാവിലെ കാണുമ്പോൾ തന്നെ ഒരു സമാധാനമാണ്. എത്ര ലേറ്റായാലും ക്ലീൻ ആക്കാണ്ട് നമ്മൾ കിടക്കാറില്ല. എണീറ്റ പാടിയത് ഞാൻ കുഞ്ഞിപ്പെണ്ണിന് വേണ്ടിയിട്ട് രാവിലത്തെ ഞാൻ മോസ്റ്റ്ലി റാഗിയാണ് രാവിലെ കൊടുക്കുന്നത്. ചില ദിവസങ്ങളിൽ മാറ്റി കൊടുക്കുമ്പം ഈ അവലിൻ്റെ ഒരു എന്താ പറയുക, ഒരു പ്യൂരി പോലെ ആക്കിയിട്ട് അതിൻ്റെ ഒരു കുറുക്കുണ്ടാക്കാറുണ്ട്, നമ്മുടെ വെല്ലം ശർക്കരയൊക്കെ ഇട്ടിട്ട്. അപ്പോൾ അതാണ് ഇന്ന് ഉണ്ടാക്കിയത്. അതിനുശേഷം ഇത് നമ്മളെ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായി. നമുക്കിന്ന് പുട്ടും കടലക്കറിയാണ്. അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും ഞാൻ കാണിക്കുന്നില്ല. അതിനുശേഷം ഇതേ നമ്മൾ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം പാത്രമൊക്കെ ഞാൻ പെട്ടെന്ന് കഴുകി വെക്കുവാണ്. കാരണം ഇനിയിപ്പം ലഞ്ചിനുള്ള പ്രിപ്പറേഷൻ മാത്രമല്ലേ ഉള്ളൂ. അപ്പം അതുവരെ അടുക്കള ഇങ്ങനെ മെസ്സായിട്ട് കിടക്കുമ്പം ഒരു സമാധാനക്കേടാന്ന് കാണുമ്പം. എനിക്കങ്ങനെയാണ് കേട്ടോ. കാരണം എപ്പോഴും ഇങ്ങനെ നീറ്റായിട്ട് കിടക്കണമെന്നല്ല, പക്ഷേ എന്നാലും പാത്രങ്ങൾ അവിടെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര സമാധാനക്കേടാണ്. അതുകൊണ്ട് ഏട്ടൻ്റെ അടുത്ത് മോളെ ആക്കിയിട്ട് ഞാൻ എന്താ വേഗം പാത്രങ്ങളൊക്കെ കഴുകി എല്ലാം ക്ലീനാക്കി എല്ലാം വെക്കുന്നുണ്ട്. ഇനി ഉച്ചക്കേക്ക് എന്തുണ്ടാക്കണം എന്നുള്ള ആലോചനയിൽ ഫ്രിഡ്ജൊക്കെ തുറന്ന് നോക്കിയപ്പം ആണ് പച്ചക്കറിയൊന്നും ഓൾമോസ്റ്റ് ഫിനിഷായി. അതുപോലെ തന്നെ മീനില്ല, ചിക്കനില്ല, അങ്ങനെ ഒന്നുമില്ല. അപ്പോൾ ഇന്ന് ഫുഡിന് മുന്നേ പുറത്ത് പോയി വാങ്ങണമെന്നൊക്കെ ഡിസ്കസ് ചെയ്തു ഞാനും ഏട്ടനും. അപ്പോൾ ഇത് കണ്ടോ, ഞാൻ എൻ്റെ റാക്കൊക്കെ ഓപ്പൺ ചെയ്ത് എന്തൊക്കെ കഴിഞ്ഞു, സാധനങ്ങളൊക്കെ ഏതൊക്കെ കഴിഞ്ഞു. കാരണം നമ്മൾ ഇപ്പം ഇത് മന്ത് സ്റ്റാർട്ടിങ് ആണല്ലോ. അപ്പം മന്ത് സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ നെസ്റ്റോലോ ലുലുവിലോ അങ്ങനെ എവിടെയെങ്കിലും പോയിട്ട് സാധനങ്ങൾ വാങ്ങാറാണ് പതിവ്. അപ്പം ഞാൻ എൻ്റെ എല്ലാം നോക്കുവാണ്. എന്നിട്ട് ഒരു സ്റ്റിക്കി നോട്ടിലെല്ലാം എഴുതി വെച്ചു ഏതൊക്കെ വേണം, സാധനങ്ങൾ ഏതൊക്കെ വേണം വേണ്ടെന്നൊക്കെ കറക്റ്റ് നോട്ട് ചെയ്ത് വെച്ചു. കാരണം എന്തായാലും എങ്ങനെയെങ്കിലായിട്ടും അല്ലെങ്കിൽ മിസ്സായി പോകും. നമ്മൾ വാങ്ങി വരുമ്പോൾ വീണ്ടും ഗ്രോസറി വാങ്ങാൻ പോകേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് ഏറ്റവും ബെറ്റർ ഇങ്ങനെ എഴുതി വെക്കുന്നതാണ്. അതിന് ശേഷത്തെ ഞാൻ കുഞ്ഞിപ്പെണ്ണ് മൂക്കുള്ള വെള്ളമൊക്കെ ആദ്യം തന്നെ രാവിലെ തന്നെ ഇത് ചൂടാക്കി ഒരു ബോട്ടിലാക്കി വെക്കും. അങ്ങനെയാകുമ്പോൾ ഒരു ഫുൾ ഡേ, ഇതൊരു 200 ml അടുത്ത് ഉണ്ടാവും ഒരു ഫുൾ ഡേ കുടിക്കാനുള്ളത്, രാത്രി വരെ ഉള്ളത് ഉണ്ടാവും. അപ്പോൾ അതെ, അതിന് ശേഷം ഇത് നോട്ട്സൊക്കെ കറക്റ്റ് നോക്കി ആക്കി ഈ ഒരു മന്തിലേക്കുള്ള എല്ലാ സാധനത്തിൻ്റെയും. പിന്നെ പച്ചക്കറി നമ്മൾ വീക്ക്ലി പോയി വാങ്ങും. അപ്പോൾ ഈ സാധനങ്ങളാണ് ഈ പറഞ്ഞ പോലെ ആദ്യം മന്ത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ പോയിട്ട് വാങ്ങുന്നത്. അങ്ങനെ അതിൻ്റെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തു. അപ്പോൾ ഇന്നത്തെ ഡേ ഞാൻ വിചാരിച്ചു കുറച്ച് എന്തെങ്കിലും ഫേസിൽ ഇടാന്നുള്ളത്. അപ്പം ഇത് നമ്മുടെ ആൽപ് ഗുഡ്നെസ്സിൻ്റെ സാൻഡൽവുഡ് പൗഡറും അതുപോലെ തന്നെ ലിക്വറൈസ് പൗഡറുമാണ്. അതായത് ഇരട്ടി മധുരവും നമ്മളെ ചന്ദനപ്പൊടീൻ്റെ പൗഡറും. ഇത് ഞാൻ നാട്ടിൽ നിന്ന് വരുമ്പോൾ കൊണ്ടുവന്നതായിരുന്നു, പേർപ്പിളിൽ വാങ്ങിയതായിരുന്നു. കുറേ നാളെ ഇവിടെ ഇടണം എന്ന് വെച്ചിട്ട് എടുത്തു വെക്കുന്നത്, പക്ഷെ സാഹചര്യം അനുവദിക്കാറില്ല. ഇന്നാണ് സമയം കിട്ടിയത്. അപ്പം ഇന്നലെ ജസ്റ്റ് എടുത്തിട്ടുണ്ട്. നമ്മുടെ കുക്കിങ്ങിലേക്ക് കിടക്കാം. ആ സമയം നമുക്ക് ഇതൊന്ന് ഡ്രൈ ആവും, വാഷ് ആക്കണം. അപ്പം കുക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് വലിയ കുക്കിംഗ് ഒന്നുമില്ല. ഇന്ന് സാധനങ്ങളൊക്കെ കഴിഞ്ഞു, ഉച്ചയ്ക്ക് ശേഷം മേടിക്കാൻ പോകണം. അപ്പം ഞാൻ മേടിച്ചത് പുളിശ്ശേരിയും ചോറ്, മുട്ട ഓംലെറ്റ് വേണം. സ്പെഷ്യലൊന്നുമില്ല, ഇന്ന് സാധനമൊന്നുമില്ല. ഉച്ചക്ക് വാങ്ങാൻ പോണം കാര്യമായി. അപ്പം ഇത് ചോറ് ഇവിടെ റെഡിയാണ്. പിന്നെ പുളിശ്ശേരി വെച്ചിട്ടുണ്ട്, അതുണ്ട്. ഇത് കുഞ്ഞിപ്പെണ്ണുള്ള ഉച്ചക്കേക്കുള്ള കഞ്ഞി, ക്യാരറ്റ് ഇട്ടിട്ട് കഞ്ഞി റെഡിയാക്കുവാണ്. ഞാനിത് മുട്ട ഓംലെറ്റ് ഉണ്ടാക്കാനുള്ള, എഗ് ഓംലെറ്റ് ഉണ്ടാക്കാനുള്ള തത്രപ്പാടിലാണ്. അങ്ങനെ അത് റെഡിയായി. ഹായ് ഹായ്. സോ ഗൈസ്, നമ്മളിപ്പോൾ മുട്ട ഉണ്ടാക്കി ഗൈസ്. അപ്പോൾ ഇന്നത്തെ ഞാൻ പറഞ്ഞ പോലെ ഇന്ന് ഭയങ്കര മിനിമലായിട്ടുള്ള ലഞ്ചാണ്. ചോറും പുളിശ്ശേരിയും മീനില്ല, ചിക്കനെല്ലാം ഒന്നുമില്ല. കുഞ്ഞിപ്പെണ്ണ് എന്തല്ലോ ബാക്ക്ഗ്രൗണ്ട് പറയുന്നത്. ഇനി ഞാനിത് വാഷ് ചെയ്തിട്ട് കാണാം.
കുറേ നാളായി ഇതിടണമെന്ന് വിചാരിക്കുന്നു, ഇതുവരെ ഇട്ടില്ല. ഇന്ന് ഒരു വീഡിയോക്ക് വേണ്ടി പ്രിപ്പയർ. സോ ഐ തോട്ട് എന്തായാലും യൂസ് ചെയ്യാന്നുള്ള രീതിയിൽ. ഓക്കെ, അപ്പോൾ ഫുഡ് കഴിക്കുമ്പോൾ കാണാം. അതിനുശേഷം ഇതാ ഞാൻ കുഞ്ഞിപ്പെണ്ണിന് വെള്ളം കൊടുക്കുവാണ്. കാരണം കുഞ്ഞിപ്പെണ്ണ് ഒറ്റയ്ക്ക് കുടിക്കുമോ വെച്ചാൽ കുടിക്കും, പക്ഷേ നമ്മൾ കറക്റ്റ് അളവ് വെച്ചിട്ട് കുടിക്കുകയാണെങ്കിൽ അത് മൊത്തമൊന്നും കുടിക്കില്ല വൈകുന്നേരം ആവുമ്പോഴേക്ക്. അപ്പം ഞാൻ ഓരോ ടൈം നോക്കിയിട്ടൊരു കുറച്ചായിട്ട് കൊടുക്കും, എന്നാലും രാത്രിയാകുമ്പോൾ തീരില്ല. ഈ ഒരു പ്രായത്തിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് അല്ലേ. നമ്മൾ ബ്രസ്റ്റ് മിൽക്കിനേക്കാളും കൂടുതൽ, അതായത് നമ്മളിപ്പം ബ്രസ്റ്റ് മിൽക്ക് കൊടുക്കുന്നുണ്ടെങ്കിലും അതൊരു ലിക്വിഡ് ഫോം ആണെന്ന് വെച്ചിട്ട് നമ്മളൊരിക്കലും വെള്ളം കൊടുക്കാണ്ടിരിക്കരുത്. വെരി ഇമ്പോർട്ടൻ്റ് ആണ് വെള്ളം. അപ്പം അത് കൊടുക്കാനുള്ള ഓട്ടത്തിലാണ് കുഞ്ഞിപ്പെണ്ണ്. ഭയങ്കര മടിയാണ്, വെള്ളം കുടിക്കാൻ മടിയെന്നല്ല, പക്ഷേ നമ്മളിങ്ങനെ വയ്യെ നടന്ന് കൊടുക്കണം. അങ്ങനെ ഇതേ വൈകുന്നേരം ആയപ്പോൾ ഉച്ചയ്ക്ക് ശേഷം കുഞ്ഞിനെ ഉറക്കി കഞ്ഞിയൊക്കെ കൊടുത്ത് ഞങ്ങൾ കഴിഞ്ഞു. അതിന് ശേഷം ഇതേ ബാൽക്കണി ക്ലീനിങ്ങിലാണ്. ബാൽക്കണിയിൽ ഭയങ്കര ഇപ്പം സമ്മർ ഏകദേശം എൻഡാവാനായി, എന്നാലും ഭയങ്കര പൊടിയാണ് പുറത്ത്. ഈ ബാൽക്കണി പുറത്താണ് ഞാൻ കുറച്ച് ചെടിയൊക്കെ വെച്ചിട്ടില്ല, അപ്പോൾ അവിടെയൊക്കെ ഫുൾ പൊടിയാണ്. അപ്പം വീക്ക്ലി വൺസ് എങ്കിലും നമ്മളവിടെ കഴുകിയിട്ടില്ലെങ്കിൽ ഫുള്ള് വൃത്തികേടായിപ്പോവും. അപ്പോൾ ഇതായിട്ട് ഞാനും കൂടി ബാൽക്കണി ക്ലീനിങ്ങിലാണ്. ഇന്ന് നമ്മൾ രണ്ടാളും ഉച്ചയ്ക്ക് ശേഷം ഉറങ്ങിയിട്ടൊന്നുമില്ല. നമ്മൾ വിചാരിച്ചു ഇന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്യാം, രണ്ടാളുള്ള ദിവസം ഇങ്ങനെയെല്ലാം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം നമ്മൾ ഫുൾ ക്ലീനാക്കി അടിച്ചു തുടച്ചു. കുഞ്ഞിപ്പെണ്ണ് ഉറങ്ങുവാന്നല്ലോ, അപ്പം അല്ലെങ്കിൽ മോളുണ്ടെങ്കിൽ ഒന്നും നടക്കില്ല, മോളും അവിടെ വന്ന് നിൽക്കും. അപ്പം അത് കുറച്ച് റിസ്ക് ആയതുകൊണ്ട് മോൾ ഉറങ്ങുന്നതൊക്കെ നോക്കി കാര്യങ്ങളൊക്കെ ചെയ്ത് ഈവനിങ് ആയപ്പം പുറത്തിറങ്ങി. പുറത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിത് നെസ്റ്റോയിലേക്ക് സാധനങ്ങൾ ഞാൻ പറഞ്ഞല്ലോ എല്ലാം കഴിഞ്ഞു എന്ന്. അപ്പോൾ അതേ നെസ്റ്റോയിലെത്തി സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി കുറേ സാധനങ്ങൾ വാങ്ങാനുണ്ടായിരുന്നു. അതെ, കുഞ്ഞിപ്പെണ്ണാണെങ്കിൽ എൻ്റെ ദൈവമേ, ഇപ്പം കുഞ്ഞുങ്ങോട്ടും കൊണ്ട് എവിടെയും പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. കാരണം ഇവിടെയുള്ള സാധനങ്ങളൊക്കെ എടുത്ത് ഇങ്ങനെ നിലത്ത് വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കും. വീട്ടിൽ നിന്ന് കളിക്കുന്ന പോലെ അവൾ വീടാന്ന് വിചാരിച്ചിട്ടായിരിക്കും ഇങ്ങനെ ഫുൾ കളിയാണ്. നമ്മളിതാ നെസ്റ്റോന്ന് ഇറങ്ങുവാണ്. കുഞ്ഞിപ്പെണ്ണെന്ന് എനിക്കറിയില്ല എന്താ ഇങ്ങനെ അലമ്പായ കണ്ട, വെറുതെ അവിടുന്ന് ഓടി ഇറങ്ങി നടന്ന് ലാസ്റ്റ് എങ്ങനെയോ പിടിച്ചു ഡ്രസ്സിലൊന്നും വെള്ളം മറിഞ്ഞ് നിറഞ്ഞു. നമ്മളിത് പോവാണ് തിരിച്ച്. നമ്മൾ വീട്ടിലെത്തി. നെസ്റ്റോയിലെല്ലാം പോയിട്ട് നെസ്റ്റോന്ന് കുറേ വീഡിയോ എടുക്കണം എന്നെല്ലാം വിചാരിച്ചതാണ്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി കുഞ്ഞിപ്പെണ്ണ് ഭയങ്കര അലമ്പ് എന്നല്ല, കുഞ്ഞിപ്പെണ്ണ് ഈ പറഞ്ഞ പോലെ ചോക്ലേറ്റ് സെക്ഷൻ്റെ അവിടെ നിന്നിട്ട് കുറേ ചോക്ലേറ്റ്സ് എല്ലാം എടുത്തിങ്ങനെ നിലത്തിട്ടിട്ട് ഭയങ്കര കളിയായിരുന്നു നടന്നു. പിന്നെ എങ്ങനെയല്ലോ വലിച്ചു കൊണ്ടുവന്നേ നടന്നു. അപ്പോൾ എന്ന് വെച്ചാൽ നമ്മൾ വരുമ്പോൾ ഭയങ്കര ട്രാഫിക്കൊക്കെ ആയിരുന്നു. കുഞ്ഞിപ്പെണ്ണ് ഇവിടെ ഉണ്ട്, കുഞ്ഞിപ്പെണ്ണ് ഇവിടെ ഉണ്ട്. ഫുഡ് കൊടുക്കാൻ പോവാന്ന്. കുഞ്ഞിപ്പെണ്ണ് വൈകി എന്തായാലും. പിന്നെ ഇപ്പം സമയം വന്നിട്ട് 10:05. പിന്നെ ഇപ്പം ഇനിയിപ്പോൾ കുഞ്ഞിപ്പെണ്ണ് ഫുഡ് കൊടുക്കണം. ഏട്ടൻ ഇതാ ഈ പാതിരാത്രി ജിമ്മിൽ പോവാന്ന്. ഏട്ടൻ ജിമ്മിൻ്റെ കാര്യത്തിൽ പിന്നെ വലിയ കോംപ്രമൈസ് ചെയ്യില്ല. അതുകൊണ്ട് ബാറ്ററിയിലോ അതുകൊണ്ട് താരാനാഥ് എടുത്തേക്ക് പോകുന്നു. താരാനാഥ് ജിമ്മിലേക്ക് പോവുകയാണ് ഗൈസ്. അപ്പം ഞാൻ ഇനി കുഞ്ഞിപ്പെണ്ണ് ഫുഡ് കൊടുത്ത് ഉറങ്ങുമെന്ന് വിചാരിക്കുന്നു. എന്നെ കളിയാക്കുന്നതാണ് ഞാൻ വർക്കൗട്ടൊന്നും ചെയ്യാണ്ട് ഇവിടെ ഇരിക്കുകയാണെന്ന്. എനിക്ക് ക്ഷീണം പിടിക്കുന്നത്, അതുകൊണ്ട് പിന്നെ ഞാൻ എന്തായാലും ഇനി എൻ്റെ പണിയൊന്നുമില്ല. ഇപ്പം കറി നമ്മൾ പുറത്തുനിന്ന് ഫുഡ് കഴിക്കാമെന്നെല്ലാം വിചാരിച്ചാലും കുഞ്ഞിപ്പെണ്ണ കൊണ്ട് പുറത്ത് പോയിരുന്നു കഴിഞ്ഞാൽ മേ ബി കുഞ്ഞിപ്പെണ്ണ് ഭയങ്കര ഇന്ന് കുറച്ചൊരു ഇതായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അത് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ കറി പുറത്തുനിന്ന് വാങ്ങി. ചപ്പാത്തി ഇവിടെ ഉണ്ടായിരുന്നു, പാക്കറ്റ് ഉണ്ട്, അത് ഉണ്ടാക്കണം, അതുണ്ടാക്കി കഴിക്കണം. അപ്പോൾ കഴിക്കുമ്പോൾ കാണാം ബാക്കി. ഓക്കെ, സോ ഇന്നത്തെ ഡേ ഇങ്ങനെ അവസാനിച്ചു. ഫുഡ് പിന്നെ ഏട്ടൻ ജിമ്മിൽ പോയി വരാൻ ലേറ്റായപ്പോൾ ഞാൻ കഴിച്ചു ഫുഡ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ